ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ടയെ കേട്ട എന്നും പറയാറുണ്ട്. തൃക്കേട്ടക്കാർ പൊതുവെ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് അറിവ് നേടാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. താൻ എടുക്കുന്ന ജോലി പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവരാണിവർ. ചെയ്യുന്ന ജോലി യാതൊരു മടിയും കൂടാതെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുന്ന സ്വഭാവക്കാരുമാണ്. നേരം പോക്ക് പറയാനും കേൾക്കാനും ഇവർക്ക് വളരെ താല്പര്യമുണ്ടാകും. തനിക്ക് പിടിക്കാത്തതും ഇഷ്ടപ്പെടാത്തതുമായ കാര്യം കണ്ടാൽ ഉടൻ തന്നെ അത് തുറന്നു പറയുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത്. വാക്ക് തർക്കങ്ങൾ വന്നാൽ ഉടനുടൻ ഉരുളക്കുപ്പേരി എന്ന കണക്കിന് മറുപടി കൊടുക്കാൻ ഇവർക്ക് കഴിയും. ഇവർക്ക് എപ്പോഴും പുതിയ പുതിയ ആശയങ്ങൾ തോന്നിക്കൊണ്ടേയിരിക്കും. പ്രവർത്തനത്തിനുള്ള ഇവരുടെ കഴിവ് മന്ദീഭവിക്കാറില്ല. രാത്രിയോ പകലോ എന്ന് നോക്കാതെ അധ്വാനിക്കുന്ന ആൾക്കാരാണ്. പ്രായോഗിക ബുദ്ധി ഇവരിൽ വളരെ കൂടുതലായി കാണാം. തൃക്കേട്ട നക്ഷത്രക്കാരുടെ നെഗറ്റീവ് ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മുൻകോപം, ധൃതിപ്പെട്ട തീരുമാനങ്ങൾ, വീണ്ടും ചിന്തിക്കാത്ത പ്രവൃത്തികൾ, അഹങ്കാരം, ക്രൂരമായ വാക്കുകൾ, മറ്റുള്ളവരെ എളുപ്പത്തിൽ എതിർക്കുന്ന രീതി, സംശയാലുത്വം, മനസ്സിൻ്റെ അസ്ഥിരത, ദുരഭിമാനം, സ്വജനങ്ങളിൽ നിന്ന് പിന്തുണ കുറവ് ഇവയൊക്കെയാണ്. തൃക്കേട്ടക്കാർക്ക് യോജിച്ച തൊഴിലുകൾ എന്തൊക്കെയെന്ന് നോക്കാം. പത്രപ്രവർത്തനം, സാഹിത്യരചന, ടെക്സ്റ്റൈൽ, സൈനിക സേവനം, ശസ്ത്രക്രിയ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കണക്കെഴുത്ത്, നിയമരംഗം, സംഗീതം ഇവയൊക്കെയാണ്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾ ബന്ധുക്കൾക്ക് ദോഷം ചെയ്യുന്നു എന്ന ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മുൻകോപവും എടുത്തുചാട്ടവും വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തിയുമൊക്കെ ഉള്ള ആൾക്കാരാണ്. ചൊവ്വ രാശ്യാധിപനായതുകൊണ്ട് ഈ സ്വഭാവ വിശേഷം കാണുന്നതാണ്. ഇവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും താല്പര്യമുള്ള ആൾക്കാരാണ്. അതിനുവേണ്ടി നല്ല പോലെ പരിശ്രമിക്കുകയും ചെയ്യും. വളഞ്ഞ വഴിയിൽ ചിന്തിക്കുന്ന കുബുദ്ധികളല്ല ഇവർ. മറ്റുള്ളവരെ ചതിക്കാനോ ഉപദ്രവിക്കാനോ കുരുക്കിൽപ്പെടുത്താനോ ഇവർ ആഗ്രഹിക്കാറില്ല. ഇവർക്ക് സ്വജനങ്ങളെയോ ബന്ധുക്കളെയോ കൊണ്ട് ഉപകാരങ്ങളോ പ്രയോജനങ്ങളോ ലഭിക്കാറില്ല. സ്വന്തം പരിശ്രമങ്ങൾ കൊണ്ട് മാത്രമേ ഇവർക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. ഇവരുടെ പ്രവർത്തന രംഗം വീടിന് പുറത്താണ് കാണാറുള്ളത്. ബുധന്റെ സവിശേഷതയായ മനചാഞ്ചല്യം ഉള്ളതുകൊണ്ട് ഇവർ പല പ്രവർത്തനങ്ങളിലും മാറി മാറി വ്യാപിച്ചുകൊണ്ടേയിരിക്കും. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുവാൻ ഇവർക്ക് പ്രവണത ഉണ്ടായിരിക്കും. അതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇവർ അതിന് അടിമപ്പെട്ടു പോകും. ഇവരുടെ വിവാഹ ജീവിതം ഏറെക്കുറെ തൃപ്തികരമായിരിക്കും. അടുക്കും ചിട്ടയുമൊക്കെ വന്നു ചേരാൻ ഏകദേശം ഒരു 50 വയസ്സൊക്കെ ആകണം. ജ്യോതിഷത്തിൽ 18ാമത്തെ നക്ഷത്രമാണ് തൃക്കേട്ട. വൃശ്ചിക രാശിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തൃക്കേട്ടയുടെ നക്ഷത്രാധിപൻ ബുധനാണ്. രാശ്യാധിപൻ ചൊവ്വയും. ദശാകാലം ബുധൻ 17 വർഷം, കേതു 7 വർഷം, ശുക്രൻ 20 വർഷം എന്നീ ക്രമത്തിലാണ് ഉള്ളത്. തൃക്കേട്ടയിൽ ജനിച്ചവർ ബന്ധുക്കൾക്ക് ദോഷം ചെയ്യുമെന്ന് കരുതപ്പെടുന്നു. അഭുക്ത മൂല കണ്ട സമയത്ത്, അതായത് തൃക്കേട്ട നക്ഷത്രത്തിന്റെ അവസാനത്തെ 2 നാഴികയും മൂലം നക്ഷത്രത്തിന്റെ ആദ്യ 2 നാഴികയും ചേരുന്ന സമയത്തെ അഭുക്ത മൂലഖണ്ഡമെന്ന് പറയുന്നു. ഈ സമയത്ത് ജനിച്ച കുട്ടിയുടെ അച്ഛൻ 8 വർഷം വേർപിരിഞ്ഞിരിക്കണം. ഇതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഏതായാലും ഹിന്ദിയിൽ പ്രസിദ്ധ കവിയായ തുളസീദാസ് അഭുക്ത മൂലത്തിൽ ജനിച്ചതായതുകൊണ്ട് അച്ഛൻ അദ്ദേഹത്തെ കുട്ടിക്കാലത്ത് തന്നെ ഉപേക്ഷിച്ചതായി കഥയുണ്ട്. ജീവിത കാലഘട്ടങ്ങളിലെ ക്ലേശങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 4-ാം വയസ്സിൽ ഉദരരോഗമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 7-ാം വയസ്സിൽ നായ്ക്കളിൽ നിന്നുള്ള ആക്രമണം, വാഹനങ്ങളിൽ നിന്നുള്ള അപകടങ്ങൾ, 60-ാം വയസ്സിൽ വൃശ്ചിക മാസത്തിൽ മരണസാധ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. 63-ാം വയസ്സിൽ ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. രാശിചക്രത്തിൽ 226 ഡിഗ്രി 40 മിനിറ്റ് മുതൽ 240 ഡിഗ്രി വരെ കേട്ട നക്ഷത്രമാണ് നിലകൊള്ളുന്നത്. ചന്ദ്രൻ രാശിചക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഈ നക്ഷത്ര മേഖലയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുന്ന സമയത്തിനെ കേട്ട നക്ഷത്രമെന്നാണ് പറയുന്നത്. ഒരു ശിശു ജനിക്കുമ്പോൾ ചന്ദ്രൻ ഈ നക്ഷത്രത്തിൻ്റെ മേഖലയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ ശിശു കേട്ട നക്ഷത്രത്തിൽ ജനിച്ചു എന്ന് പറയുന്നു. തൃക്കേട്ട നക്ഷത്രാധിപൻ ബുധനും രാശ്യാധിപൻ ചൊവ്വയും ആയതുകൊണ്ട് തൃക്കേട്ട നക്ഷത്രക്കാരിൽ ചൊവ്വയും ബുധനും നിയന്ത്രിക്കുന്ന സ്വഭാവ സ്വരൂപ സവിശേഷതകൾ കാണാൻ കഴിയും. നിങ്ങളിലും ഈ സ്വഭാവ സവിശേഷതകൾ ഉണ്ടോ എന്ന് സ്വയം പരിശോധിക്കുക. ജ്യോതിഷ വിശ്വാസങ്ങൾക്ക് പുറമെ വ്യക്തിത്വം രൂപീകരിക്കുന്നതിൽ സ്വയം ശ്രദ്ധിക്കുക.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക. കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി.